ദൈവത്തിൻ്റെ അത്ഭുതകരമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, മലങ്കര കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് നാം ഏവരും ഇന്ന് ഒന്നിച്ചു വന്നിരിക്കുകയാണല്ലോ. നമ്മുടെ നിയോഗങ്ങൾ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനും നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നതിനുമായിട്ടാണല്ലോ നമ്മൾ ഒന്നിച്ച് വന്നിരിക്കുന്നത്. നാം ഏവരുടെയും ഹൃദയാഭിലാഷങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന നല്ലവനായ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ കാണുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണുനീരുകളും തുടച്ചു മാറ്റട്ടെ, ഇല്ലാതാക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വിശുദ്ധ കുർബാന നാം ഏവരും അർപ്പിക്കുന്നത് പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭയിലെ മിഷൻ പ്രദേശങ്ങളിൽ ത്യാഗപൂർവം ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും സന്യാസിനികൾക്കും അൽമായ പ്രേക്ഷിതർക്കും മിഷൻ രൂപതകൾക്ക് വേണ്ടിയും മിഷനിൽ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാന നമ്മൾ ഓരോരുത്തരും അർപ്പിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു സഭ വളരുന്നത് എങ്ങനെയാണ്? ദ ചർച്ച് ഗ്രോസ് ബൈ evangelizing in the spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ് ഒരു സഭ വളരുന്നത്. സഭയുടെ മക്കൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കുട്ടികൾ, സൺഡേ സ്കൂൾ കുട്ടികൾ ആ സുവിശേഷം മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. യുവതലമുറ അത് ജീവിക്കണം. യുവതലമുറ കർത്താവിനെ അനുകരിക്കണം, ജീവിക്കുന്നതിലൂടെയാണ്. എന്നാൽ അതിനുശേഷമുള്ളവർ ഈ സുവിശേഷം റേഡിയേറ്റ് ചെയ്യണം, അത് ജ്വലിപ്പിക്കണം, അത് പ്രകടിപ്പിക്കണം, പ്രതിഫലിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും മേഖലകളിലും അത് മുഴുവനായിട്ടും പ്രതിഫലിക്കണം. എന്നാണ് ഈ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ സ്വർഗത്തിലേക്ക് കയറിയ 10-ാം ദിവസം ഉത്ഥിതനായ ഈശോ തൻ്റെ ശിഷ്യന്മാരെ എല്ലാം കണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ശക്തരാക്കിയ ശേഷം, സമാധാനം നൽകി ശക്തരാക്കിയ ശേഷം, ജെറുസലേം വിട്ട് പോകരുത് എന്ന് കൽപ്പിച്ച് സ്വർഗത്തിലേക്ക് കരയേറി 10-ാം ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പെന്തിക്കോസ്തി ദിവസമാണ് യഥാർത്ഥത്തിൽ സഭ ആരംഭിക്കുന്നത്. ഈ സഭയുടെ ആരംഭം തന്നെയാണ് എവഞ്ചലൈസേഷൻ്റെയും ആരംഭം. സുവിശേഷ വേല ആരംഭിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ പെന്തിക്കോസ്തി ദിവസമാണ്. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എവഞ്ചലൈസേഷൻ. സഭയുടെ ചരിത്രത്തിൽ ഈ എവഞ്ചലൈസേഷൻ ശക്തമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഭാരതസഭയിൽ കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചു വന്ന മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അനുഭവം പങ്കുവെക്കപ്പെട്ട അനുഭവം നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ അപ്പോസ്തോലിക സഭയിൽ നിന്ന് നമ്മൾ അകന്നുപോയി എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ സഭയിലേക്ക് തിരിച്ചു വരുവാൻ 400 വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടും വിജയം കണ്ടില്ല. എന്നാൽ 1930 സെപ്റ്റംബർ 20 ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നടത്തിയ പുനരൈക്യം
സഭയിൽ, ഭാരതസഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത ആയിരുന്നു. അത് പുനരൈക്യത്തിൻ്റെ ആരംഭം മാത്രമല്ല, അത് സുവിശേഷ പ്രവർത്തനത്തിൻ്റെയും കൂടെ ആരംഭമായിരുന്നു. റിയൂണിയൻ മൂവ്മെൻറ്റ് ഈസ് നോട്ട് സിംപ്ലി എ മൂവ്മെൻറ്റ് ഫോർ റീയൂണിയൻ, ബട്ട് ഫോർ എവഞ്ചലൈസേഷൻ, ബട്ട് ഓൾസോ ഫോർ എവഞ്ചലൈസേഷൻ. അവിടെയാണ് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. മലങ്കര കത്തോലിക്ക സഭയുടെ 2 ലങ്സ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്: പുനരൈക്യവും അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനവും. ഈ സഭ ആത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് വളരുന്നതും ശക്തയാകുന്നതും. ഈ സഭയുടെ ഭാവി എന്താണെന്ന് നമ്മൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സഭയുടെ ഭാവി എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിന് നമുക്ക് എന്താണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് നൽകുന്നത്? ഞാൻ അല്പം ഒന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് 20-ാം നൂറ്റാണ്ടിലെ പൗലോസ് ശ്ലീഹായാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്ന ധാരാളം ചിന്തകൾ നമുക്ക് ലഭിക്കും. അതിൽ 3-4 എണ്ണം ഞാൻ പങ്കുവെക്കുകയാണ്. അത് മാർ ഇവാനിയോസ് പിതാവിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേതായിട്ട് പൗലോസ് ശ്ലീഹായുടെ പാഷനേറ്റ് ലവ് ഫോർ ജീസസ്. പാഷനേറ്റ് ലവ് ഫോർ ജീസസ്, അതാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. തന്നെക്കുറിച്ചുള്ള തനിക്ക് ദൈവം നൽകിയ എല്ലാ പ്രത്യേകതകളും, ആത്മപ്രശംസയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പൗലോസ് ശ്ലീഹായ്ക്കുണ്ട്. ഞാൻ ബെന്യാമീൻ വംശത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഗമാലിയലിൻ്റെ കീഴിൽ എഡ്യൂക്കേഷൻ ലഭിച്ച ആളാണ്, ശക്തനാണ്, എനിക്ക് ഒരുപാട് നന്മകളുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുകയാണ്, എൻ്റെ കർത്താവായ ഈശോയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവയൊന്നുമല്ല. യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് എൻ്റെ സമ്പത്ത്, എൻ്റെ വെൽത്ത്. എൻ്റെ സമ്പത്ത്, എൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള അറിവാണ്. അത് വളരെ ശരിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നിത്യജീവനെന്ന് അവിടെ പറയുന്നുണ്ട്. പിതാവായ ദൈവമേ, അങ്ങയെയും അങ്ങ് അയച്ച പ്രിയപുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവനാണല്ലോ നമ്മുടെ എസ്കറ്റോളജിക്കൽ കലണ്ടറിലെ ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി നടത്തുന്ന ജീവിതത്തിലെ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പും അതുപോലെ തന്നെ നിത്യജീവനുമാണ്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് ഈ ഈശോ മിശിഹായെ അറിയുന്നതാണ്. ഈ അറിവെന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതല്ല. ഈ ജീവിതം ഇത് അനുഭവിച്ചറിയുന്നതാണ്. അനുഗമിക്കുമ്പോൾ, ഈശോയെ നമ്മൾ അനുഗമിക്കുമ്പോൾ അറിയുന്നതാണ്. ആ ഈശോയെ എല്ലാറ്റിലും ഉപരി എൻ്റെ സ്വന്തമായിട്ട് എല്ലാമായിട്ട് കരുതണം. മാർ ഇവാനിയോസ് പിതാവ്, ധന്യനായ പുണ്യപിതാവ്, ജീവിതത്തിൽ വ്യക്തമായിട്ട് കണ്ടിരുന്നു തൻ്റെ പ്രസക്തിയും തനിക്കുണ്ടായിരുന്ന അറിവും ജ്ഞാനവും ഭാഷയുടെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും തൻ്റെ ആ പ്രൊഫസർഷിപ്പിലുള്ള പ്രശസ്തിയും എല്ലാം തന്നെ ഈ കർത്താവായ ഈശോ മിശിഹായുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു. യേശുവാണെങ്കിൽ എനിക്ക് എല്ലാം. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഹാർദവ പ്രാർത്ഥന എന്നുള്ള പ്രാർത്ഥന പുസ്തകം വായിക്കണം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിച്ചിരുന്നത് ഒരു മിസ്റ്റിക്കിൻ്റെ, ഒരു യഥാർത്ഥ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് അത്. പാഷനേറ്റ് ലവ് ഫോർ, ആരാണ് കർത്താവിൽ നിന്ന് എന്നെ വേർപെടുത്തുക എന്ന് പൗലോസ് ശ്ലീഹ ചോദിച്ച ചോദ്യം ധന്യൻ മാർ ഇവാനിയോസ് പിതാവും ചോദിച്ചിരുന്നിരിക്കണം. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ പൗലോസ് ശ്ലീഹായിൽ തിളങ്ങി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹിസ് പാഷനേറ്റ് ലവ് ഫോർ ദ ചർച്ച്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം
രണ്ടാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൗലോസ് ശ്ലീഹ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഈ സഭയ്ക്ക് വേണ്ടി 5 പ്രാവശ്യം 1 കുറയെ 40 അടി ഏറ്റു, ജയിൽ, കാരാഗ്രഹവാസം, കപ്പലപകടം, എല്ലായിടവും നമുക്കറിയാം. ആ ലിസ്റ്റ് അതിനകത്തുണ്ട്, നമുക്കറിയാം. അവസാനം പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനേക്കാളും പൗലോസ് ശ്ലീഹായെ ആകുലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, താൻ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതയാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത്. ധന്യൻ മാറിവാനീസ് പിതാവിനെ അസ്വസ്ഥനാക്കിയത് പിതാവിൻ്റെ ആരോഗ്യക്കുറവോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല. പിതാവ് തൻ്റെ സഭയെക്കുറിച്ച്, താൻ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളെക്കുറിച്ച്, മിഷൻ കേന്ദ്രങ്ങളെക്കുറിച്ച് ആകുലനായി. അതാണ് പിതാവിനെ അസ്വസ്ഥനാക്കിയത്. ഇപ്പം യേശുവിന് യേശു പറയുന്ന ഒരു വ്യക്തിക്ക് സഭയ്ക്ക് നോ പറയാൻ സാധ്യമല്ല. കാരണം സഭ കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. ഒരാത്മാവും പല വരദാനങ്ങളും കൊണ്ട് ഒന്നിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം യേശുവിനെ യേശു പറയുന്നവർ സഭയ്ക്കും യേശു പറയണം. കാരണം സഭ കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ധന്യൻ മാറിവാനീസ് പിതാവ് തൻ്റെ സഭയെക്കുറിച്ച്, സഭാ മക്കളെക്കുറിച്ച്, മിഷൻ കേന്ദ്രങ്ങളെക്കുറിച്ച്, മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആകുലനായത്. ഇത് പൗലോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതയാണ്. മൂന്നാമത്തെ കാര്യം, പ്രത്യേകിച്ച് പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു പ്രയാസമുണ്ടായിരുന്നു. 12-ാമത്തെ കൊരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നിരന്തരം പൗലോസ് ശ്ലീഹായെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 3-ൽ കൂടുതൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളും കുറിയലായിസ്വൻ ചൊല്ലിയാലും 3 പ്രാവശ്യം ചൊല്ലി നമ്മൾ നിർത്തും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ 3 പ്രാവശ്യം പറഞ്ഞ് നിർത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് ശ്ലീഹായും 3 പ്രാവശ്യം ചോദിച്ചു കർത്താവിനോട്, ഇതൊന്ന് മാറ്റിത്തരണമേ. കർത്താവ് തക്കതായ ഒരു മറുപടി കൊടുത്തു. എന്താണ് ആ മറുപടി? എൻ്റെ കൃപ നിനക്ക് മതി, നീ വലിയ ഇതിനെക്കുറിച്ചൊന്നും ഒറിയിടാകണ്ട, അതവിടെ ഇരുന്നോട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി. ഞാനൊരു പ്രായമുള്ള അമ്മച്ചിയോട് സംസാരിച്ചു ഇന്നലെ. ആ അമ്മച്ചിക്ക് സുഖമില്ല, കാലിന് ഭയങ്കര വേദനയാണ്. എന്നിട്ട് നല്ലതുപോലെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാലിനുള്ള വേദനയും ഈ വർത്തമാനവും തമ്മിൽ ഒരു എന്താണ് ഇങ്ങനെ വേദന ഉണ്ടായിട്ടും ഇങ്ങനെ വർത്തമാനം പറയുന്നത്? അമ്മച്ചി പറഞ്ഞു, ആ കാലിൻ്റെ വേദന നോക്കിക്കോളും, കാലിനും സംസാരത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ ജോലി ചെയ്യും, അതിൻ്റെ ജോലി ചെയ്തോട്ടെ എന്നാണ് അമ്മച്ചി പറയുന്നത്. നമുക്കിതൊന്നും പറ്റിയല്ല. നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടും ഒരു വശത്തിരിക്കും. ദൈവകൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. ധന്യൻ മാറിവാനീസ് പിതാവിന് സമ്പൽ സമൃദ്ധി ഇല്ലായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ വേറൊരു സമൃദ്ധി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ അബണ്ടൻസ് ഓഫ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി ഈ സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സഭ അത്ഭുതകരമായിട്ട് വളരുന്നത്. മലങ്കര കത്തോലിക്ക സഭയായിക്കൊള്ളട്ടെ, മിഷൻ കേന്ദ്രങ്ങളായിക്കൊള്ളട്ടെ, അത്ഭുതകരമായിട്ട് വളരുന്നതിൻ്റെ കാരണം സാമ്പത്തികം ഉണ്ടായിട്ടല്ല, ശക്തന്മാരുണ്ടായിട്ടല്ല, അത് ദൈവകൃപ കൊണ്ട് ഉള്ളത് കൊണ്ടാണ് വളരുന്നത്. ഈ ബോധ്യം ധന്യൻ മാറിവാനീസ് പിതാവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 400 ഏക്കർ വലിച്ചെറിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ദൈവം ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. ദൈവകൃപയിൽ ആശ്രയിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ദൈവം എല്ലാം ഗ്രാറ്റുവിറ്റസ് ഗിഫ്റ്റായിട്ട് ദാനമായിട്ട് കൊടുത്തു. ഇന്ന് ആ 400 ഏക്കർ വലിച്ചെറിഞ്ഞ ആ പിതാവിനെ ഓർക്കുമ്പോൾ 4 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല.
പറയുന്നത് ഞങ്ങൾ ധന്യൻ മാറിവാൻ യോസേപ്പ് പിതാവിൻ്റെ പ്രിയ മക്കളാണ് എന്ന് നമ്മൾ പറയും. ആ സന്യാസത്തിൻ്റെ ഒരു ഭാഗമാണ് ആ റിജക്ഷൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുക എന്നുള്ളത്. അതൊരു അടയാളമാണ്. ഇന്നത്തെ സമൂഹം അസറ്റിക്കൽ ലൈഫ് താല്പര്യപ്പെടുന്നില്ല, മാത്രമല്ല ആൻറ്റി അസറ്റിക്കലാണ്. ആരെങ്കിലും അസറ്റിസിസം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കളിയാക്കുകയും അല്ലെങ്കിൽ അവരെ കുറവായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. കൃപയിൽ ജീവിച്ച വ്യക്തിയാണ് ധന്യൻ മാറിവാൻ യോസേപ്പ് പിതാവ്. അവസാനമായിട്ട് ഞാൻ ചേർത്ത് പറയുകയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾക്ക് ഒറ്റ കാര്യത്തിലേ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൽ മാത്രമേ നിങ്ങൾക്ക് ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൽ മാത്രമേ നിങ്ങൾക്ക് ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ പൗലോസ്ലീഹ 3 തീയിൽ ചവിട്ടിയ വ്യക്തിയെപ്പോലെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ച ആളാണ്. അതുപോലെ തന്നെയാണ് ധന്യൻ മാറിവാൻ യോസേപ്പ് പിതാവ് തൻ്റെ ജീവിതം മുഴുവനും ഓരോ ശ്വാസത്തിലും തൻ്റെ സഭ, തൻ്റെ മിഷൻ കേന്ദ്രം എന്ന് ജീവിച്ചു. വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സാധിച്ചില്ല. ഈ സഭയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സഭാ സമൂഹങ്ങളെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചും സത്യസഭയെ അറിയാതിരിക്കുന്ന അകത്തോലിക്കരെക്കുറിച്ചും ആകുലനായി ജീവിച്ചു. അതിനുവേണ്ടി തീയിൽ ചവിട്ടിയ വ്യക്തിയെപ്പോലെ ഓടി നടന്നു. എന്ത് വലിയ മാതൃകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ പിതാവിൻ്റെ ആ ഈശോയോടുള്ള അഗാധമായ സ്നേഹം, സഭയോടുള്ള ആ സ്നേഹം, ദൈവകൃപയിലുള്ള ആശ്രയം, തീയിൽ ചവിട്ടിയതുപോലെ ഓടി നടന്ന് ചെയ്ത മിഷൻ പ്രവർത്തനം, ഇതൊക്കെ നമ്മുടെ വെൽത്താണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പൈതൃകം എന്ന് പറയും. അതിനേക്കാൾ ഉപരി അത് ട്രഡീഷണൽ വെൽത്ത്, തമിഴിൽ അതിന് മരബ് സെൽവം എന്ന് പറയും. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത് നമ്മെ മുമ്പോട്ട് നയിക്കും, നമ്മെ ശക്തരാക്കും, നമുക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു ജീവിതമാണ്. പിതാവിൻ്റെ ജീവിതം നമുക്ക് ട്രഡീഷണൽ വെൽത്താണ്. അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും സുവിശേഷകരായിത്തീരാം. പുനരൈക്യ വാർഷികം അല്ലെങ്കിൽ പുനരൈക്യം 1930 നടന്ന പുനരൈക്യം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ നടന്ന ഒരു പുതിയ പെന്തക്കോസ്തി അനുഭവമാണ്. ആ പെന്തക്കോസ്തി അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു. അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനവും ആരംഭിച്ചു. അത് നമുക്ക് തുടരാം. നമ്മൾ 5-ൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംതൃപ്തരായി ഇരിക്കാൻ പാടില്ല. തീയിൽ ചവിട്ടിയ വ്യക്തി അവിടെ തീയിൽ ലെഫ്റ്റ് റൈറ്റ് വെക്കാറില്ലല്ലോ. തീയിൽ ചവിട്ടിയ വ്യക്തി ഓടി നടന്ന് സുവിശേഷം അറിയിക്കും. അത് നമ്മുടെ കടമയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന ആ സന്ദേശമാണ്. അതെല്ലായിടത്തും എത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദ ചർച്ച് സ്പ്രെഡ്സ് and grows in evangelizing in the spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് സഭ വളരുന്നതും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതും. അതിന് ഈ സഭയെ ഈ ധന്യൻ മാറിവാൻ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നല്ലവനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.